വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 1 വീക്ക് ബിഫോർ എനിക്ക് +1 കുറച്ച് കാലമൊക്കെ അതായത് റിസൾട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പമില്ലാതെ അത്യാവശ്യം വ്യൂസും കുറേ റെസ്പോൺസൊക്കെ കിട്ടി. അപ്പം എനിക്ക് അതിൽ എല്ലാവർക്കും നല്ല രീതിക്ക് അതായത് മറുപടി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. സോ അത് ചെയ്തു വന്നപ്പോൾ കുറേ പേർക്ക് കുറേ കൺസേൺസ് ഇങ്ങനെ കണ്ടു, എങ്ങനെ ഇനി പഠിക്കാൻ പറ്റുമോ, മാർക്ക് കിട്ടുമെന്നൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റിൻ്റെ +2ൻ്റെ കുറച്ച് കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ +2 ഇപ്പം നമുക്ക് 3 സബ്ജക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞ്, ഇംഗ്ലീഷ്, പിന്നെ ഫിസിക്സ്, പിന്നെ ബയോളജി. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ +1 തരാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് എടുക്കുക. മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്നത് +1 അപ്പോൾ ഈ ഒരു +1 നിങ്ങൾക്ക് എത്ര ഞാൻ ടൈം ടേബിൾ നോക്കിയപ്പോൾ കണ്ടു, ഇപ്പം ഒരു ഫസ്റ്റത്തെ ലാംഗ്വേജിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കെമിസ്ട്രി 15-ാം തീയതി അങ്ങനെ എന്തോ. പിന്നെ ഇപ്പം ലീവ് കുറവ് എന്ന് പറഞ്ഞത് ഫിസിക്സ്, മാത്സ്, പിന്നെ ഫിസിക്സ്, മാത്സ്, ബയോളജി അതിങ്ങനെ അടുപ്പിച്ച് ഓരോ ദിവസം ഗ്യാപ്പില്ല. പക്ഷേ എങ്ങനെ വന്നാലും എനിക്ക് ഏറ്റവും ഇപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന +1 കാരണം ഞാൻ +1 എഴുതി +2 എക്സാമും എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം അതിനൊരു എക്സ്പീരിയൻസ്. കാരണം സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അന്ന് നല്ല മാർക്കും ഒരു 3 സബ്ജക്റ്റിൽ ഫുൾ മാർക്കും പിന്നെ ബാക്കിയെല്ലാത്തിലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചപ്പോൾ നന്നായി തോന്നുന്നുള്ളൂ. കാരണം ഈ +2 നമ്മൾ ബയോസയൻസിലേക്ക് കുറച്ച് പാടെന്ന് വെച്ചാൽ നമ്മളെ ഈ പ്രാക്ടിക്കൽസ് ഉണ്ട്, പിന്നെ ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ ഇപ്പോൾ കൊടുത്തുകൊണ്ട് അതിന് കുറച്ച് ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്. അപ്പം എല്ലാതും കൂടി ഇപ്പം എനിക്ക് തോന്നി, അതായത് ഇപ്പോൾ +1 ഞാൻ ബയോളജി, മാത്സ്, ഇംഗ്ലീഷാണ് കൊടുത്തിട്ടില്ല. അപ്പം ഇമ്പ്രൂവ്മെൻറ്റിന് അപ്പോൾ അതിപ്പോൾ കൊടുത്തിട്ട് അതായത് ചെറിയ അബദ്ധമായി തോന്നി. അതിൽ മെയിൻലിക്ക് തോന്നുന്നത് ബയോളജി. കാരണം നമുക്ക് +2 19th കഴിയും. അതിന് പഠിക്കാൻ എത്രയോ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ 20ാം തീയതി അടുത്ത ദിവസം ബയോളജി എക്സാം എഴുതണം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 4 മാർക്കിനാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിന് മുന്നേ കൊടുക്കുന്നതിൻ്റെ അതായത് ഈ പ്രാക്ടിക്കലൊക്കെ എക്സാം തുറന്നതിന് മുന്നേ ആയിരുന്നു നമ്മൾ ഇതിന് അപ്ലിക്കേഷൻ അതായത് ഡേറ്റ് ഒക്കെ കൊടുത്തിരുന്നത്, ഈ ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നിസ്സാരം കുഴപ്പമില്ല ഒക്കെ ചെയ്ത് പോകാൻ വെച്ചാൽ ഞാൻ കൊടുത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയൊരു റിഗ്രറ്റ്, ബയോളജി കൊടുക്കണമായിരുന്നു എന്ന്. പിന്നെ ഇപ്പോൾ കൊടുത്തുപോയി. അപ്പോൾ എങ്ങനെയെങ്കിലും മാത്സിന് നമുക്കൊരു ഒരാഴ്ച ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം അതിൽ ബാലൻസ് ചെയ്തിട്ട് പഠിക്കണം. അതിപ്പം മെയിൻ എൻ്റെ മുന്നിലുള്ള ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ. പക്ഷേ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ +1 എനിക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഒരു എക്സാംസാണ്. കാരണം +2 അത് എഴുതി വരുമ്പോഴേക്കും മനസ്സിലാവുള്ളൂ. അപ്പം ഈ പ്രാക്ടിക്കൽസും ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ നമുക്ക് ഞങ്ങളെ ബാച്ചിന് ചിലപ്പോൾ ഒക്കെ ഫുൾ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് അല്ലാതെ ഒരുമിച്ച് വന്ന് കുറച്ച് ഞങ്ങളൊക്കെ ടൈറ്റാക്കി ഒരു നിലനിർത്തിയൊരു ബാച്ചാണ്. അപ്പം അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇപ്പം എനിക്ക് എഴുതി 3 സബ്ജക്റ്റിലായാലും അതായത് ഒരു 5-6 മാർക്കിന് അപ്പോൾ 3ലും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് നല്ല മാർക്കും ഫുൾ മാർക്കൊക്കെ മേടിച്ചുകൊണ്ട് അത് ബാലൻസ് ചെയ്തിട്ട് +2 ഏകദേശം കുഴപ്പമില്ലാതെ അതായത് A+ കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്നത് +1 അപ്പോൾ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശരി എങ്ങനെയെങ്കിലും നിങ്ങൾ പറ്റുന്ന മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ +1 എങ്ങനെയെങ്കിലും ഫുള്ളാക്കിയിട്ട് പറ്റുന്നിടത്തോളം ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ റേഞ്ചൊക്കെ മേടിക്കുക. പിന്നെ മെയിൻലി ചോദിക്കുന്ന കാര്യം എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുന്ന അതായത് ഉറക്കം വരാനുള്ള ടിപ്സൊക്കെ ഉണ്ടോയെന്ന്. എനിക്ക് ഫസ്റ്റ് പറയുള്ളത് ടിപ്സ് വർക്കിംഗ് അല്ല, അതിനായിട്ട് പ്രത്യേകിച്ച് ടിപ്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ SSLC പഠിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഉറക്കം വരും. അന്നൊക്കെ ഇതേപോലത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മമ്മയോട് വയ്ക്കും എന്തൊക്കെ ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ പഴയ പണത്തെ ടിപ്സൊക്കെ വരും. നമ്മൾ ഈ ഉറക്കം വരാതിരിക്കുന്ന അതിപ്പോൾ എല്ലാവരും പറയുമല്ലോ, ചൂട് ചായ കുടിക്കുക, കട്ടൻ ചായ കുടിക്കുക, അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ പിന്നെ ഒരു മെയിൻ സംഭവിച്ചാലും നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കാലയിൽ താഴ്ത്തി വെച്ചാൽ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ ഒരു പഴമകൾ. പക്ഷെ എനിക്ക് ഒന്നും വർക്കിംഗ് ഇല്ലായിരുന്നു. ചാടിക്കും, പക്ഷെ ഞാൻ അവിടെ കിടന്നു പറഞ്ഞു. കാരണം നമ്മൾ ഒരു അവസ്ഥ വെച്ചാൽ ബുക്ക് തുറന്ന് മുന്നിൽ ഇരുന്നാൽ നമുക്കറിയാം എന്തായാലും നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം എനിക്ക് ടിപ്സ് എന്ന് പറഞ്ഞു തരാമൊന്നുമില്ല. ടിപ്സ് എന്ത് ചെയ്താലും വർക്കിംഗ് ആവില്ല. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എക്സാം ഡേയ്സിൽ ഈ സ്റ്റഡി ലീവ് കൂടി വന്നാൽ എനിക്ക് എന്താ അറിയത്തില്ല, ആ ഒരു ദിവസങ്ങൾ പഠിക്കാൻ കുറച്ചൊരു മടിയാണ്. എനിക്ക് ആ ലാസ്റ്റ് കുറച്ച് നേരത്തെ പഠിപ്പ് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പം കുറേ പഠിക്കാൻ തോന്നും. പക്ഷേ അതിൻ്റെ ടൈം ലിമിറ്റേഷൻ കാരണം കുറച്ച് നല്ല കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാറുണ്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്റ്റഡി ലീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ കളയും. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ അതായത് ലാസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ ഒരേ ഇൻറ്റൻസിൽ അടിപൊളിയായിട്ട് പഠിച്ച് പോകാൻ പറ്റില്ല. അപ്പം എനിക്കിപ്പം പ്രസൻ്റ്ലി കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു പ്രാക്ടീസ് ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കുഴപ്പമില്ല. ഞാൻ തലേ ദിവസം ഉറക്കം കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മരിച്ച് പഠിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. എങ്ങനെയും പഠിച്ച് പോയി നല്ല രീതിക്ക് തന്നെ എല്ലാ പാട്ടും ഞാൻ കവർ ചെയ്യും. ആ ഒരു ദിവസം എന്തൊക്കെയോ മാജിക്കാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ കുഴപ്പമില്ലാതെ നല്ല മാർക്ക് മേടിക്കും.
അപ്പം എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം കുറേ പേര് ചോദിച്ചു, ഇപ്പം എക്സാമിൻ്റെ ഇടയിൽ കുറേ ലീവ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മളൊരു കേസ് എന്ന് വെച്ചാൽ ഒരു മീഡിയം പഠനക്കാരുണ്ടായിരിക്കും, ഞാൻ ആ ഒരു സ്റ്റേജിൽ പെട്ടതാണ്. പിന്നെ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഫുൾ ഡെയിലി പഠിച്ച് നല്ല സെറ്റായി പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വെച്ചാൽ ഡെയിലി പ്രാക്ടീസിന് നല്ല സ്കോർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഈ ആവറേജ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന ആവറേജ്, പിന്നെ ഈ എന്താ പറയുക, ഈ സയൻസ് സ്ട്രീം എന്ന് വെച്ചാൽ മെയിൻ വിഷയം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേർന്നതായിരിക്കില്ല. കുറേ പേര് അബദ്ധത്താൽ വന്ന് ചേർന്നിട്ട് ഇപ്പോൾ കുടുങ്ങിപ്പോയി എന്നുള്ള അവസ്ഥ വരെ തോന്നുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ ഫാമിലി പ്രഷർ കൊണ്ട് സയൻസ് ബാച്ച് എടുത്ത് കുടുങ്ങി അങ്ങനെ തോന്നുന്നവർ കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ കഴിയണമെന്നില്ല, പക്ഷേ ഉണ്ട്, അത് നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അതാണ് മെയിൻ സത്യം. അപ്പം എന്താ പറയുക, ആവറേജ് പഠനക്കാരുണ്ടായിരിക്കും, ബിലോ ആവറേജ്, അങ്ങനെ ഹൈ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പം മെയിൻ ടിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പം എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, ഫുൾ നല്ല സ്കോറൊന്നും വേണ്ട, ജസ്റ്റ് പാസ്സാവുക, ആ ഒരു ഇൻറ്റൻഷൻ മാത്രം ഉള്ളവർക്കാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പം അവർക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇൻസ്റ്റഡ് നമ്മളിപ്പം ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അതിലത്തെ ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 to 6 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാതെ 5 to 6 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ എല്ലാവരും പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പാസ് മാർക്ക് കിട്ടുകയും ചെയ്യും. പാസ് മാർക്ക് എത്ര 24 ആണോ അങ്ങനെ, അതൊക്കെ എനിക്ക് എല്ലാവരും അറിയത്തില്ല. അപ്പം എന്തായാലും പാസ് മാർക്ക് ഒരു 5 to 6 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ അങ്ങനെ പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് അത് ഉപകാരപ്പെടും. പക്ഷെ ഒരു ആവറേജ് നമ്മളിപ്പം ഒരു അതായത് എ ഗ്രേഡ്, A+ ഫുൾ മാർക്ക് ഇങ്ങനെ മേടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഏത് വിഷയമായിക്കോട്ടെ, എങ്ങനെ ടൈം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ മാക്സിമം ഒരു ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ടഫായി വന്നാൽ ചിലപ്പോൾ പഠിക്കാത്ത ചാപ്റ്ററിൽ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരും. അത് നമ്മളൊരു വിധിയാണ് അങ്ങനെ. അപ്പോൾ പറ്റുന്നിടത്തോളം എല്ലാ ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല സ്കോർ കിട്ടും. പിന്നെ പറ്റുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനിയിപ്പം പഠിക്കാൻ ഇപ്പം കുറേ പേര് പറഞ്ഞ ഫിസിക്സ്, ബയോളജി ഇതൊക്കെ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് പഠിക്കാൻ ഗ്യാപ്പില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, എന്താ പറയുക, ഇപ്പോൾ +1 ആണെങ്കിൽ +1 ഈ +1 കാലഘട്ടത്തിൽ ഈ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് ഒരു ദിവസം പഠിക്കാമല്ലോ. അപ്പോൾ ഈ ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ആകെ ഈ ഒരു വർഷത്തിൽ, അത് +1 കോഴ്സേ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഈ സബ്ജക്റ്റിന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റത്തെ എഫേർട്ടാണ് ആ ഒരു എക്സാമിൻ്റെ തലേ ദിവസം. അപ്പം ടൈമില്ല പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ പഠിക്കാതിരിക്കൊന്നും ചെയ്യരുത്. ലാസ്റ്റത്തെ എഫേർട്ട്, അപ്പം നിങ്ങൾക്കൊണ്ട് പറ്റുന്ന മാക്സിമം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. അപ്പം ഈ എന്താ പറയുക, എൻ്റെ ഒരു കേസ് എടുക്കുമ്പോൾ എനിക്ക് തലേ ദിവസം ഞാൻ ഉറങ്ങാതെ എന്തെങ്കിലും കാട്ടിയിട്ട് പോകും. അതിൻ്റെ ഇപ്പം അതായത് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ അഥവാ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് എന്താ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. കാരണം ലാസ്റ്റ് ദിവസം ഞാൻ പഠിക്കാതിരിക്കുക, അപ്പോൾ അത് ഫുള്ളും പഠിക്കാതെ എൻ്റെ മനസ്സിനെ ഉറക്കാൻ സമ്മതിക്കില്ല, ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. അത് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു വഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ ഈ ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ആരെയും സജസ്റ്റ് ചെയ്യില്ല. എന്തായാലും നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു 5 to 6 hours എന്തായാലും നല്ല ഉറങ്ങണം. ഈ ഉറക്കം ഒഴിച്ചിട്ട് എന്താ പറയുക, എനിക്കിപ്പോൾ അവസ്ഥ അറിയാം. പക്ഷേ എനിക്ക് ഞാൻ ഇപ്പം 10ഉം +1ഉം +2 ഒക്കെ ഒരേപോലെ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് വല്ലാതെ എഫക്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ എക്സാമൊക്കെ ഇപ്പോൾ എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം ഒരു ദിവസം ഉറക്കം ഒഴിച്ചതല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഒരേപോലെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. കുറേ പേർക്ക് വേറെ ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പം എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ, എന്തായാലും ഉറങ്ങിയിട്ട് തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പം സ്റ്റഡി ലൈഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നല്ല മാക്സിമം പറ്റുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ടൈം ടേബിളിലൊക്കെ നോക്കുമ്പോൾ ഫിസിക്സ്, മാത്സ്, ബയോളജിയൊക്കെ ഒരുമിച്ച് വരുന്നത് ഓരോ ഗ്യാപ്പിൽ. ഇപ്പോൾ +1 ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വർഷം ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റത്തെ എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ പറ്റുന്ന രീതിയിൽ തന്നെ മാക്സിമം എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടായാലും ശരി അതായത് ഉറങ്ങുക. ഒരു 5 to 6 എന്തായാലും ഉറങ്ങി തീർക്കുക. അത് ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി ഫുൾ, അതായത് എക്സാം എഴുതുന്ന വരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഉറങ്ങുക. അതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം മാക്സിമം ചെയ്യുക. ഇപ്പം എന്താ പറയുക, ട്യൂഷൻ്റെ സ്കൂളിലത്തെ നോട്ട്സ് റെഫർ ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പം ഇനിയിപ്പോൾ അതും പറ്റാത്തവരാണെങ്കിൽ ഇപ്പം എന്താ പറയുക, യൂട്യൂബ് ക്ലാസ്സിൽ ഒരു 1 ഷോട്ട് ലൈവ് ഉണ്ടായിരിക്കാം.
അങ്ങനത്തെ പെട്ടെന്ന് നമ്മൾ 12 അതിൻ്റെ 10 മാക്സിമം എത്ര സ്പീഡിലായാലും കണ്ടു തീർത്ത് മാക്സിമം പഠിക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എഫേർട്ടാണ്. പിന്നെ +1 ആണ് ഏറ്റവും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം +2 ഇപ്പോൾ കഴിഞ്ഞപ്പം അതായത് ഇപ്പം എഴുതി തുടങ്ങുമ്പോൾ മനസ്സിലായി അന്ന് മേടിച്ച് നന്നായി. കാരണം എനിക്കെന്താ അറിയത്തില്ല, അതായത് ഇപ്പം മേടിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല, ഇപ്പം ഡെയിലി നല്ല പഠിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് മേടിക്കുക +2 കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പോലെ ഉടായിപ്പോൾ അതേപോലെ ലാസ്റ്റ് വെച്ച് പഠിക്കാണ്ട് ഇരിക്കുന്നവർക്ക് എനിക്ക് എന്താ പറയുക ഫുൾ മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം മാക്സിമം ഒരു മെജോറിറ്റി നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ. അപ്പം ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഈ +1 മാക്സിമം ഫോക്കസ് നല്ല മാർക്ക് മേടിക്കുക. കാരണം +2 നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനും ഇല്ല. കാരണം ഞങ്ങളിപ്പം ഈ ഒരു പ്രാവശ്യം മിക്സ്ഡ് ആയിട്ടല്ലോ, അപ്പോൾ അടുത്ത കൊല്ലം ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആവാൻ ചാൻസ്. നമ്മൾ പബ്ലിക്കിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള സിലബസ് ഞാൻ ഇനിയിപ്പം എഴുതാൻ പോകുന്നത്. അപ്പം എന്തായാലും ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല. അപ്പം മാക്സിമം +1 സ്കോർ ചെയ്യുക. ഇനി സ്റ്റഡി പ്ലാൻ്റെ കാര്യം പറയുമ്പം കുറേ പേര് ചോദിച്ചു ഒരു പ്ലാൻ പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതായത് നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ ഉണ്ടാക്കി എന്നാലും അത് യൂസ്ഫുൾ ആവില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് ഈ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ ഇപ്പോൾ സൈലത്തിലൊക്കെ നോക്കിയിട്ട് അവർ സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പം ഞാൻ ഫോളോ ചെയ്യാൻ നോക്കും. പക്ഷേ ഞാൻ കൂടി പോയാലോ 1-2 ദിവസം മര്യാദയ്ക്കിരിക്കും, പിന്നെ വീണ്ടും ഞാൻ എൻ്റെ സ്വഭാവത്തിലോട്ട് കടന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ പ്രതീക്ഷിച്ചിരിക്കരുത്. നമുക്ക് അതായത് ഓരോരുത്തർക്ക് പഠിക്കുന്ന കപ്പാസിറ്റി, ഇപ്പം ചില ദിവസം കുറേ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും പഠിക്കണതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയത്തുള്ളൂ, ഒരു വ്യക്തിപരമായിട്ടുള്ള നമുക്ക് പേഴ്സണലി അറിയത്തുള്ളൂ. അപ്പം നമ്മളെ കപ്പാസിറ്റിയും നമുക്ക് എങ്ങനെയൊക്കെ പറ്റുന്നൊക്കെ അനുസരിച്ചിട്ട് ഓരോന്നും ഒരു സ്റ്റഡി പ്ലാൻ എന്തായാലും വേണം പഠിക്കാനായിട്ട്. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങാം. ഇപ്പം സ്റ്റഡി ലീവ്സ് കുറേ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഡെയിലി പഠിച്ചാൽ അത് ലാസ്റ്റ് ഡേ എത്തുമ്പം നല്ല എഫേർട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തൊരാണെങ്കിൽ അങ്ങനെ ഡെയിലി കുറച്ച് പഠിച്ച് ഫോളോ ചെയ്ത് പോവുക. പക്ഷേ ഇതിൻ്റെ ഒരു കേസ് എടുക്കുമ്പം ഞാൻ ലാസ്റ്റ് ദിവസം വലിയ എഫക്റ്റ്, അതായത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിപ്പം സ്റ്റഡി ലീവ് കുറേ ഉണ്ടെങ്കിൽ അന്ന് പഠിക്കാതെ ലാസ്റ്റ് ദിവസം പഠിക്കായിരിക്കും. അപ്പോൾ അന്ന് പഠിക്കാതിരുന്ന ദിവസത്തിൻ്റെ ഒക്കെ എല്ലാ എഫേർട്ട് ഡബിൾ കൂട്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ദിവസം ഉറങ്ങാതെ അങ്ങനെ ഇരുന്ന് പഠിക്കും. അപ്പം എങ്ങനെ നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് പഠിക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ ഇരുത്തി മാക്സിമം പഠിക്കുക. അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻസുകളെ മറുപടി കിട്ടി ചേർക്കുക. അതായത് ഇപ്പം സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടിപ്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ടിപ്സ് ഇല്ല പ്രത്യേകിച്ച് പറയാൻ. അത് എനിക്ക് അതുവരെ പഠിക്കാത്തതിൻ്റെ ഒരു റിഗ്രറ്റാണ് എന്നെ സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അന്ന് ഉറക്കമൊഴിച്ച് പഠിക്കാൻ. അപ്പോൾ അതങ്ങനെ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഇനിയും അതായത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിച്ച് നല്ല സ്കോർ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ പഠിക്കാതിരുന്നാലും നിങ്ങൾക്ക് പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിക്കണേ. ഇനി സബ്ജക്റ്റ് വൈസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയത് എനിക്ക് ഇങ്ങനെ മാർക്ക് കിട്ടിയാൽ മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി തരാം. അപ്പോൾ +1 ലാംഗ്വേജ് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അത് തന്നെ നമുക്ക് വിടാം. ഇനി നമ്മൾ ചെയ്ത് കഴിയണമെങ്കിൽ ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയാൽ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മാർക്ക് പോയാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് 2-3 ദിവസം അങ്ങനെ ഇരിക്കും. എന്നാലും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. എന്തായാലും എഴുതി കഴിഞ്ഞ് ഇനി ബാക്കി അത് നോക്കുന്ന ആൾ പിന്നെ ദൈവം, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞത് ഇനി ആലോചിക്കേണ്ട. ഇനി നമുക്ക് +1 ബാക്കി 5 സബ്ജക്റ്റ് ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ മാത്സ് ഉണ്ട്, മലയാളം ഉണ്ട്, പിന്നെ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ബയോളജിക്കാർക്ക് ഇപ്പം ഞങ്ങൾ +2 കഴിഞ്ഞ് ഇനി +1 ബയോളജീൻ്റെ ഒരു ടിപ്പ് എടുക്കട്ടെ. അതായത് എന്താ പറയുക കുറേ പേര് നിങ്ങൾ NCERT ടെക്സ്റ്റൊക്കെ ചോദിച്ചിട്ടാണ് റെഫർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പം +1 ഞാൻ ടെക്സ്റ്റ് ബേസ്ഡ് ഫുൾ സെറ്റായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമിൻ്റെ ലിമിറ്റേഷൻ കാരണം കുറച്ച് വേറെ ടൈപ്പ് സംഭവത്തിലൊക്കെ പോകും. ഇപ്രാവശ്യം ഞാൻ ഇരിക്കാൻ കഴിഞ്ഞ ദിവസമാണ്. കുറച്ചൊക്കെ ഇവിടെ മുന്നേ പഠിച്ചൊരു ഓർമ്മ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു കോൺഫിഡൻസ് ലാസ്റ്റ് ദിവസം പഠിച്ചാൽ മതിയല്ലോ എന്ന്. പിന്നെ പഠിക്കാനും ദിവസം 1 day ഗ്യാപ്പേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ആ തലേ ദിവസം കുറച്ച് ഒരു രാത്രിയിൽ പഠിക്കാതിരുന്നത്, മര്യാദക്ക് പഠിക്കാതിരുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ +2 ഞാൻ അത്ര ടെക്സ്റ്റ് ബേസ്ഡ് അല്ല, പക്ഷേ 2-3 ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ബോട്ടണി ഞാൻ പഠിച്ചിരുന്നു. അപ്പം പക്ഷേ ടെക്സ്റ്റ് ബേസ്ഡ് പഠിക്കാൻ നല്ലത്. കാരണം 1 വേർഡിലുള്ള 2 വേർഡിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ടെക്സ്റ്റിന് ഉള്ളിൽ നിന്ന് വരും. പിന്നെ PYQs ഉണ്ടായിരിക്കും. അപ്പം PYQs റെഫർ ചെയ്തതുപോലെ ടെക്സ്റ്റ് പറ്റുന്നവരാണെങ്കിൽ മാക്സിമം വായിച്ച് പോവുക. അപ്പോൾ ഇന്നലത്തെ നമുക്ക് ബയോളജി ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ സുവോളജി ആൻസർ കേസ് നോക്കിയപ്പം കുഴപ്പമില്ല, ഫുൾ ഉണ്ടെന്ന് തന്നെ വിശ്വാസം, കാരണം മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ ബോട്ടണി ആ സ്ഥാനത്ത് ഞാനൊരു 5 to 6 മാർക്ക് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് റെഫർ ചെയ്യാതെ പോയതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ നല്ലവരെ കുറച്ച് PYQs നോക്കി, പിന്നെ ചെറിയതായിട്ട് നോട്ട്സ് മാത്രം റെഫർ ചെയ്തുള്ളൂ, ടെക്സ്റ്റ് അങ്ങനെ വല്ലാതെ വായിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കേടാണ്. അപ്പം പറ്റുന്നവരാണെങ്കിൽ ബോട്ടണി എന്തായാലും ടെക്സ്റ്റ് തന്നെ നോക്കുക. സുവോളജി പിന്നെ PYQs പിന്നെ കുറച്ചൊരു ടെക്സ്റ്റുകൾ വേണം സുവോളജി ആയാലും. പക്ഷേ സുവോളജി പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും, അതൊരു വലിയ ഫാക്ടറാണ്. പക്ഷേ ബോട്ടണി കുറച്ചൊന്ന് കുഴപ്പിക്കും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എന്തായാലും റെഫർ ചെയ്യണം.
പിന്നെ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് കഴിഞ്ഞ് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് അത് ഈ പ്ലസ് വണ്ണിൻ്റെ കൂടെ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിട്ട് നമുക്ക് എഴുതാണ്ടാവുക. അപ്പം ഞാനും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിന്. അപ്പം ഇംഗ്ലീഷിൽ അറിയാൻ അപ്പം പ്ലസ് ടു എഴുതിയപ്പം എനിക്ക് കറക്റ്റ് ടൈം ബാലൻസ് ചെയ്യാൻ പറ്റി. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് മാക്സിമം പറയാനുള്ളത് നമ്മൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. കാരണം അത് കുറേ എഴുതാണ്ടാവും. അപ്പോൾ ഫസ്റ്റ് എഴുതാൻ നമ്മൾ ഫ്രഷ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ കുറേ നമുക്ക് നല്ല രീതിക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു പേപ്പർ ഇംപ്രസ് ചെയ്യുന്ന രീതിയും നമ്മൾ ആദ്യം തന്നെ കുറേ തെറ്റിൽ ആൻസേഴ്സ് അത് വൺ വേർഡ് അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് എന്തായാലും വരും. ഞാൻ വരുത്തിയിട്ടുണ്ട് വൺ വേർഡിൽ. അപ്പം വൺ വേർഡൊക്കെ ഫസ്റ്റ് തന്നെ എഴുതി അതിൽ മിസ്റ്റേക്ക് എത്തുമ്പോൾ ആ നോക്കുന്ന ആളെ ഒരു ഇംപ്രഷൻ പോയി കിട്ടും. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആദ്യം കുറേ എഴുതാനുള്ള സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അവർക്ക് നമ്മളോട് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യമല്ല, പിന്നെ ഓട്ടോമാറ്റിക്കലി ആ നോക്കുന്ന ആൾക്ക് ആ ഒരു പേപ്പറിൽ ഇൻട്രസ്റ്റ് ആയി പോകും. പിന്നെ മാർക്കിൽ ഇട്ടുതരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താ പറയുക 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. പിന്നെ 6 അങ്ങനെ മാർക്ക് കൂടി കൂടുന്ന വരുന്ന രീതിക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈം ഇല്ലാതെ അങ്ങനെ മനസ്സിലായപ്പോൾ പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തിട്ട് എനിക്കൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് അതിൻ്റെ മുന്നേക്ക് കിട്ടി. ജസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ കിട്ടില്ല നോക്കി. പിന്നെ ഒന്ന് ചില പറ്റുന്ന ആൻസേഴ്സ് ഞാൻ വായിച്ചു നോക്കി. പക്ഷേ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് പ്ലസ് വൺ ഞാൻ ഫോളോ ചെയ്യാൻ വിചാരിക്കുന്നത്. 3 ദിവസം പഠിക്കാണ്ടല്ലോ. അപ്പോൾ അന്ന് ആ 2 ദിവസം കൊണ്ട് പ്ലസ് വണ്ണ് നോക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നൊരു PDF കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് ജസ്റ്റ് റെഫർ ചെയ്യാനാണ് ഇപ്പം ഞാൻ പ്രസൻ്റ്ലി വിചാരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ മാർക്ക് കുറയുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ മലയാളം എന്താ പറയുക എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ CBSE ഒരു 8th വരെ പഠിച്ച് പിന്നെ കേരള സിലബസ്ക്ക് മാറിയത്. അപ്പോൾ എനിക്ക് CBSE ഇനിയിപ്പം സിസ്റ്റം മാറിക്കണോ അറിയില്ല. അന്ന് വരെ എങ്ങനെയായിരുന്നു മലയാളത്തിൽ എന്താ പറയുക നമ്മളിപ്പം ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുമായി വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അത് ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതിയ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ 1 or 2 മാത്രം പുറത്തുനിന്ന് ടൈപ്പ് ക്രിയേറ്റിവിറ്റി ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ കുറവാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ഞാൻ CBSEന്ന് ഈ സ്റ്റേറ്റ് സിലബസിലെത്തിയപ്പം മലയാളം വിചാരിച്ച പോലെയില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു പ്രാവശ്യം ഞാനിപ്പം എന്താ പറയുക ഞാൻ യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്യും. അതായത് ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറി പഠിച്ചു വെക്കും. പിന്നെ ചില ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പറ്റുന്നിടത്തോളം ചിലതൊക്കെ പഠിച്ചു വെക്കട്ടെ. കാരണം എനിക്കത് ആ ഒരു സമയത്ത് ഇരുന്ന് എഴുതി ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം എനിക്ക് എഴുതി ഉണ്ടാക്കാൻ നല്ല ടാലൻറ്റ് ഉണ്ടെന്ന് കുഴപ്പമില്ല. മലയാളത്തിൽ ചില ടോപ്പിക്ക് തന്നാൽ essay ഒക്കെ നല്ല രീതിക്ക് എഴുതാനുള്ള ഒരു ടാലൻറ്റ് എനിക്ക് അറിയാം, ഒരു തോന്നലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു വിഷയം എന്ന് വെച്ചാൽ അത് തന്നിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് ഫുള്ളാക്കിയിട്ട് അതായത് ടൈം മാനേജ് ചെയ്തിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മൾ ഉണ്ടാക്കി ആ ഒരു സമയത്ത് തന്നെ ക്രിയേറ്റിവിറ്റി ചെയ്ത് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമ്മറീസൊക്കെ നോക്കിയിട്ട് തന്നെ പോകാറില്ല. അപ്പം അങ്ങനെ അതായത് മാർക്ക് കുറയുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പേടിയുള്ളവരൊക്കെയാണെങ്കിൽ കുറച്ച് സമ്മറി പഠിച്ചേക്കാം. ഈ പോയംസായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് നോക്കി പോവുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മലയാളം സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ലാംഗ്വേജെല്ലാം മലയാളം, അപ്പോൾ എന്തായാലും നല്ലപോലെ എഴുതാൻ പറ്റും. പിന്നെ സ്കോറും കിട്ടും. ഇനി ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സിൽ പ്ലസ് 1 ആയാലും പ്ലസ് 2 ആയാലും എന്താ പറയുക മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഡെറിവേഷൻസ് ആണ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും അത്യാവശ്യം കുറേ ഉണ്ടാവും, പ്ലസ് 2 അത്യാവശ്യം കൂടുതലുണ്ട്. അപ്പം അതൊക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കുക, ചെയ്താൽ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പം ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക. പിന്നെ ന്യൂമറിക്കൽസാണ് മെയിൻ വിഷയം എല്ലാവർക്കും. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പ്ലസ് 2 ഒരു 3 ന്യൂമറിക്കൽസ് തോന്നുന്നു. 3 ചെയ്ത് അതിൻ്റെ 3ൻ്റെ ആൻസർ ഒക്കെ ഇപ്പം കറക്റ്റാണ്. അപ്പം നമുക്ക് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഓരോ ലോസൊക്കെ വരുന്നുണ്ടാവില്ല ഫിസിക്സിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പഠിക്കുക. പിന്നെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കാം, മെയിൻ സംഭവമാണ്. പിന്നെ കൺവേർഷൻ ഉണ്ടായിരിക്കും ചിലപ്പം. ഇപ്പം ജൂളല്ല എന്താണ് മൈക്രോ കൂളം ടു കൂളം അങ്ങനെ ഓരോ കൺവേർഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പറ്റുന്നിടത്തോളം ആ കൺവേർഷൻ്റെ അതെങ്ങനെ മാറ്റാമെന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ മെയിൻ വിഷയം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട് ഇപ്പം പ്രീവിയസ് നമുക്ക് തപ്പി നമ്മൾ തന്നെ ആൻസർ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ റെഫർ ചെയ്യൽ ഇതേപോലെ യൂട്യൂബ് ക്ലാസ്സസിൽ കാണും. അപ്പം അതിൽ കറക്റ്റ് ആൻസറും പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസർ ഒക്കെ ഉണ്ടാവും. അപ്പം അതേപോലെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ച് നമുക്ക് പഠിക്കാം. അപ്പം അതിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക. അപ്പം അതായത് അതേ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഫിസിക്സിൻ്റെ കാര്യം വന്നിട്ട്. ഇനി കെമിസ്ട്രി ആണെങ്കിൽ ഇപ്പം പ്ലസ് 1 ഓർഗാനിക് കുറവല്ല, ഒരു ചാപ്റ്റേഴ്സിലുള്ളൂ. അപ്പോൾ അത് അത്ര വലിയ പാടൊന്നുമില്ല. ബാക്കിയെല്ലാ സബ്ജക്റ്റും ബാക്കിയെല്ലാ ചാപ്റ്റേഴ്സും കെമിസ്ട്രിയിൽ പഠിക്കുക, അതായത് പ്ലസ് 1 എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു ഓർഗാനിക്ക് വേണ്ടി കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇക്വേഷനൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം പ്ലസ് 1 അത്ര സെയിം ഇല്ല, കെമിസ്ട്രി നമുക്ക് സിമ്പിളാണ്, നല്ല രീതിക്ക് പഠിക്കുക. പക്ഷേ പ്ലസ് 2 വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കോർഡിനേഷൻ കൂട്ടിയാൽ ഒരു കോർഡിനേഷൻ ആവശ്യമില്ല. ഒരു 5 എന്താ പറയുക ഈ ഫുൾ ഓർഗാനിക് ചാപ്റ്റേഴ്സാണ്. ബാക്കി 5 നമുക്ക് നല്ല വൃത്തിക്ക് ബാക്കി
ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എ ഗ്രേഡിന് അടുത്തായിട്ട് മേടിക്കാൻ പറ്റും. നല്ല വൃത്തി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി പഠിക്കണം കേട്ടോ. നമുക്ക് ഏതൊരു സെക്ഷന് ആ ക്വസ്റ്റ്യൻ വന്നാലും ഏതൊരു സെക്ഷന് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എ ഗ്രേഡ് വരെ ആ ഒരു 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടും. ബാക്കി നമുക്ക് ഓർഗാനിക്കാണ്. അപ്പം ഇപ്പോൾ എനിക്ക് ഇനി മൺഡേയാണ് കെമിസ്ട്രിയാണ് എക്സാം വരുന്നത്. അപ്പം മെയിൻ സംഭവം വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് കുറേ എന്താ പറയുക കൂടുതലും ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറേ തിയറിയാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഓർഗാനിക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പോകണം. കാരണം അത്യാവശ്യം ഉണ്ട്. പിന്നെ നെയിംഡ് റിയാക്ഷൻ തന്നെ പഠിച്ചാൽ നമുക്ക് ഓർഗാനിക്കിലെ മാർക്ക് ഫുൾ സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പം കെമിസ്ട്രിയും അത്ര ജസ്റ്റ് +1 നല്ല സിമ്പിളാണ്. അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ +1 നല്ലോണം ഫോക്കസ് ചെയ്ത് മാർക്ക് മേടിച്ചാൽ +2 ഓവർ പേടിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. A+ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ മാത്സിന് അത് എന്താ പറയുക പൊതുവെ എല്ലാവർക്കും ഡിഫിക്കൽട്ടാന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ അതിനെ മാറ്റി വെക്കും. നമുക്കൊരു പേടിയാണ് അത് മാത്സിനെ അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ +1 പറഞ്ഞു മാർക്ക് 70 ആയിരുന്നു. 72 കിട്ടണമെങ്കിൽ A+ കിട്ടിയിരുന്നു. പക്ഷേ എന്താ പറയുക ഇതിൻ്റെ ഒരു പഠിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി പോരെയെന്ന് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും ഒരു മോട്ടീവ് നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ. പക്ഷേ ഞാൻ എന്താ പറയുക എല്ലാ ചാപ്റ്ററിൻ്റെ ഇക്വേഷൻ പോലും ജസ്റ്റ് നോക്കാതെ ഇക്വേഷൻ മാത്രം പഠിച്ചു. എനിക്ക് എന്തൊക്കെ അറിയില്ല പറയുമ്പോൾ 4-5 ദിവസം പഠിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അത്ര ഒരു എഫേർട്ട് ഇട്ടില്ല. +1 ഒരു നിസ്സാരമായി കണ്ടു. കുറച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചു പോയി. അപ്പോൾ അതിലെ ഒരു ഇതൊക്കെ മനസ്സിലായി. അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ദിവസം 2 ദിവസം പഠിക്കാണ്ട്. അപ്പോൾ അന്ന് ബാക്കി സെറ്റ് ചെയ്യാം. പക്ഷേ കൂടുതൽ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് +2 തന്നെയാണ്. +2 കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കണുള്ളൂ. ആകെ ബയോളജിക്ക് മാത്രം പഠിക്കാൻ ദിവസം ഇല്ലാത്തുള്ളൂ. ബാക്കി മാത്സും ഇംഗ്ലീഷും 2 ദിവസം വെച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ +2ക്ക് എത്തുമ്പം ഞാൻ പറഞ്ഞല്ലോ മോഡൽ എക്സാം വരെയൊക്കെ മേടിച്ചതിലൊക്കെ ഫുള്ള് മാർക്ക് നല്ല കുറവാണ്. നമ്മൾ 60 മാർക്ക് എഴുതി ഉണ്ടാക്കുമ്പം എനിക്ക് കിട്ടുന്നത് വെറും 20-30 മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഇപ്പോഴും കോൺഫിഡൻസ് കിട്ടിയത് ഇപ്പോൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് തന്നെ. മോഡൽ എക്സാമിൻ്റെ ഒരു തലേ ദിവസം നല്ല എഫേർട്ട് എടുത്ത് കുറേ ക്ലാസ് ഞാൻ മാത്സ് ഫുള്ളും ലൈവ് ക്ലാസ്സസ് കണ്ടിട്ടാണ് പഠിക്കൽ. അപ്പോൾ കുറേ ക്ലാസ് കണ്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് എന്താ പറയുക മോഡൽ നല്ല സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്ന ഒരു 2-3 മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുള്ളൂ. ബാക്കി ഫുള്ളും കറക്റ്റ് ആവാനേ ഒരു ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിക്ക് പഠിച്ചിട്ട് പോയിണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ എനിക്കൊരു മാത്സ് അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ആയി. ഇനി പഠിക്കാൻ ഒരാഴ്ച സമയമുണ്ട്. കെമിസ്ട്രി കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ട്. അപ്പോൾ അന്ന് മാത്സ് നോക്കണം. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിലെ ബയോളജി നോക്കണം. അപ്പോൾ അതൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ അപ്പം അതായത് ഇപ്പം ഏകദേശം എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിചാരിക്കുന്നു. അപ്പം മെയിൻ സംഭവം ചിലപ്പോൾ ദിവസം കുറച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളോട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക. നല്ല സ്കോർ എന്തെങ്കിലും കിട്ടും. അപ്പം ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ എല്ലാവർക്കും ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.